ഹായ് ഹലോ നമസ്കാരം. ഒരു മനുഷ്യന് ഏറ്റവും ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണോ അതോ വിവേകമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ പറയും പ്രധാനമായും വേണ്ടത് വിവേകമാണെന്ന്. കാരണം എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ആ അഭ്യസിച്ച വിദ്യ പ്രായോഗികമായിട്ട് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് അതുകൊണ്ടൊരു ഉപകാരമുള്ളത്? അപ്പോൾ വിവേകമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എത്ര അധികം വിദ്യ കിട്ടിയിട്ടും കാര്യമില്ല. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ. ഇതാ, ഒരു കോളേജ് ഡേയുടെ ഇടയിൽ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന കലാകാരനെ, ഗായകനെ ഗസ്റ്റായിട്ട് വിളിക്കുകയും അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് മേടിച്ചെടുക്കുകയാണ് ആ കോളേജിലെ പ്രിൻസിപ്പൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയെ എങ്ങനെ അപമാനിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പുള്ളിക്കാരി കാണിച്ചു തന്നിട്ടുള്ളത്. അവരെന്ത് ചിന്തയിലാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അവർ വെറും പട്ടിഷോ. കാരണം അവർ പറഞ്ഞൊരു വിഷയം ലംഘിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ അവിടുത്തെ ആ ഒരു പ്രോഗ്രാം തന്നെ പുള്ളിക്കാരി അവിടെ നിർത്തി. എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. കാരണം തുടർന്ന് അദ്ദേഹം പറയുന്നത് കൂടി കേൾക്കാം. ഇതിൽ ഇൻസൾട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് മൈക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് പരിപാടി തടസ്സപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ആക്ച്വലി നമുക്ക് പാടുക എന്നുള്ള സംഭവത്തിനാണ് നമ്മൾ കോളേജുകളിൽ പോകുന്നത്. നമ്മുടെ പ്രസംഗമല്ല ആൾക്കാർക്ക് കേൾക്കേണ്ടത്, പാടുക തന്നെയാണ്. പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ മൈക്ക് വാങ്ങിച്ച് ആ പാട്ട് നിർത്താൻ പറയുന്നത് ഒരു ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. ഞാന് ഈ സംഭവം നടന്ന് ഒരു 1-2 മിനിറ്റാണ് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. പക്ഷെ ആ സമയം മുതൽ കുട്ടികൾ ഫുള്ളും നമുക്ക് സപ്പോർട്ട് ചെയ്ത് കുട്ടികൾ അവിടെ ഒരു സ്ട്രൈക്കിലേക്ക് അവർ പോയി. സംഭവം ന്യൂസിലൊക്കെ വൈറലായിട്ടുണ്ട് കേട്ടോ. ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ കുട്ടികൾ സ്ട്രൈക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ കുട്ടികൾ വിളിച്ചിട്ടാണ് അദ്ദേഹം അവിടെ വരുന്നത്. അപ്പോൾ കുട്ടികളുടെ ആവശ്യപ്രകാരം അദ്ദേഹം അവിടെ വന്നു. കുട്ടികൾ ആരും ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇവരെന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു കോളേജ് ഡേ എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് ആഘോഷിക്കാനുള്ളതാണെന്നുള്ളതിൻ്റെ സാമാന്യ ബോധമെങ്കിലും ഒരു പ്രിൻസിപ്പൾ കാണിക്കണ്ടേ? ഈവൻ ഇനി അവർ പറഞ്ഞതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഒരു നിയമലംഘനം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ആ ഒരു പ്രോഗ്രാം കഴിയുന്നവരെങ്കിലും അവർ കാത്തിരിക്കണ്ടേ? അല്ലാതെ സ്റ്റേജിലൊക്കെ വലിഞ്ഞു കയറി അത്രയും വലിയൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം പെർഫോം ചെയ്യുന്നതിനിടയ്ക്ക് ആ പാട്ട് കരോക്കെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുന്നുണ്ട്, അതിനിടയ്ക്ക് മൈക്ക് പിടിച്ചു വാങ്ങി അവരുടെ അധിക പ്രസംഗം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു അധ്യാപികയ്ക്ക് ചേർന്നിട്ടുള്ള ഒരു കാര്യമല്ല അത്. തുടർന്ന് കുട്ടികൾ അവിടെ അല്ലെങ്കിൽ പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ അവിടെ സ്ട്രൈക്ക് നടത്തുകയാണ്. ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഒരു അധ്യാപികയെ ഇങ്ങനെ പിരിച്ചുവിടണം അല്ലെങ്കിൽ രാജിവെച്ച് പോകണം എന്നൊക്കെ പറയണമെങ്കിൽ അവരെത്രത്തോളം അവരെ പീഡിപ്പിക്കുന്നുണ്ടാവും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്തിനേറെക്കുറെ പറയണം, ഈ ഒരു വ്യക്തി, അതായത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ അവിടെ അപമാനിച്ച അവർ ആ കുട്ടികളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നുണ്ടാവുക എന്നുള്ളത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകണത് തന്നെയാണ് നല്ലത്. കാരണം ആ കുട്ടികൾ അവരെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഒരു നല്ലൊരു ഡേ, നല്ലൊരു ഫങ്ഷൻ, നല്ലൊരു പെർഫോമൻസ് എല്ലാം നശിപ്പിച്ചിട്ട് അവരുടെ വാശി അല്ലെങ്കിൽ അവരുടെ ഒരു തരത്തിലുള്ള ഈഗോ അവരവിടെ കാണിക്കുകയല്ലേ ചെയ്തത്. സത്യത്തിൽ അതല്ല അവിടെ നടന്നത്. അവർ എന്തോ ഒരു നിയമം കൊണ്ടുവന്ന് ആ നിയമമാണ് അവിടെ നടക്കേണ്ടത് എന്നുള്ള ഒരു വാശിയിൽ അത് ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് പെർഫോമൻസ്. എന്താണ് ഒരു പാട്ട്, ഒരു സംഗീതം, ഒരു പെർഫോമൻസ്, കലാപരമായിട്ടുള്ള കഴിവുകൾ കുട്ടികളുടേതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഒക്കെ അരങ്ങേറേണ്ട ഒരു വേദി. അല്ലാണ്ട് എന്തിനാണ് പ്രസംഗിക്കാനാണോ അദ്ദേഹം ചോദിച്ച പോലെ പ്രസംഗിക്കാനാണോ കോളേജ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഡേ വെച്ച് നടത്തുന്നത്? അതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല. അപ്പോൾ അധ്യാപകരെയൊക്കെ അധ്യാപകന്മാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇതുപോലെ വിവേകശൂന്യരായിട്ടുള്ള വ്യക്തികളെ അല്ല, അവരവരുടെ തൊഴിലിനോടുള്ള നീതി പുലർത്തണം, കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കണം. ഇപ്പം എന്താണ് അവർ കുട്ടികൾക്ക് നൽകിയിട്ടുള്ളൊരു മെസ്സേജ് എന്താണ്? ആ ഒരാളോട്, ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്.
വളരെ ചീപ്പായി പോയി, വളരെ മോശമായി പോയി എന്ന് തന്നെ പറയണം സത്യം പറഞ്ഞാൽ. കാരണം ആ ഒരു വ്യക്തി, അതായത് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇൻസൾട്ടഡ് ആയി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപമാനകരമായിട്ടുള്ളൊരു സന്ദർഭം, മൈക്ക് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. കുട്ടികൾ അവരെ കൂടെ, അയാളുടെ കൂടെ നിന്നു, അദ്ദേഹത്തെ കൂടെ നിന്നു എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ജനറേഷൻ ഗ്യാപ്പായിരിക്കും, തലമുറകൾ തമ്മിലുള്ളൊരു വ്യത്യാസമായിരിക്കും അത്. അപ്പോൾ പിരിഞ്ഞു പോകേണ്ടവർ പിരിഞ്ഞു പോവുക, വീട്ടിലിരിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞാൽ വീട്ടിലിരിക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരെ പഠിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർ തന്നെ വേണ്ടി വരും, അല്ലാതെ ടീച്ചേഴ്സ് തന്നെ വേണ്ടി വരും. അല്ലാതെ ഇത്രയും ഓൾഡ് ജനറേഷന്, ഇപ്പോഴുള്ളൊരു ജനറേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ടേസ്റ്റും ഇവരുടെ ടേസ്റ്റും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അല്ലെ പിന്നെ അവരെ ഈ കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി സോഷ്യലായിട്ട് ഇടപഴകണം, അല്ലേ? അത് മോശം കാര്യങ്ങളിലല്ല കേട്ടോ ഞാൻ പറയുന്നത്, കുട്ടികളുടെ എല്ലാ തോന്നിയസങ്ങളിലും അല്ല ഞാൻ പറയുന്നത്. ഇതുപോലുള്ള കലാപരവും കായികപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തിന് കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കെതിരെ നിന്ന് ഇങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇത് തികച്ചും പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമായിട്ട് എൻ്റെ വീഡിയോയിട്ട് റിയാക്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഞാൻ സാധാരണ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്നെ നിങ്ങൾക്ക് തിരുത്താം. ഞാൻ പറഞ്ഞത് ശരിയല്ല, തെറ്റാണ് എന്ന് തോന്നിയാൽ. എനിവേ, താങ്ക് യു, ബൈ.